ഇപ്പോൾ നമ്മുടെ പ്രായമായ ഉപ്പയെയും ഉമ്മയെയുമൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ് എന്ന മറവി രോഗം. സത്യത്തിലെല്ലാം ഓർമ്മ ഉണ്ടായിട്ടും പെട്ടെന്നെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ. ചിലപ്പോൾ രാത്രിയിൽ കഴിക്കാനുള്ള പ്രഷറിൻ്റെ ഗുളിക അവർ ഓർമ്മയോടുകൂടി എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ രാത്രിയിൽ സ്ട്രോക്ക് വന്ന് കിടപ്പിലായി പോകും. അവിടെയൊക്കെ അതൊക്കെ ഓർമ്മപ്പെടുത്തി, ശ്രദ്ധയോടെ ഉപ്പയെ ഓർമ്മപ്പെടുത്തി അല്ലെങ്കിൽ ഉമ്മയെ ഓർമ്മപ്പെടുത്തി അത് കൊടുക്കേണ്ടത് മക്കളുടെ കടമയാണ്. അവിടെ ചെറിയ ഒരു അലംഭാവം, പാവം, ഒന്നുകിൽ അവർ സ്ട്രോക്കിലൂടെയോ അല്ലെങ്കിൽ അത്യാഹിതമായ ഒരു മരണത്തിലൂടെയോ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ഈ ലോകത്ത് നമ്മെ അള്ളാഹു വിചാരണ ചെയ്തില്ലെങ്കിലും പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ നാം വിചാരണയ്ക്ക് വിധേയരാകും സഹോദരങ്ങളെ. പാവം നമ്മുടെ മാതാപിതാക്കൾ ഇത്തരം മറവി രോഗങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആരെങ്കിലും കാണാൻ വേണ്ടി വരുമ്പോൾ അവനെനിക്ക് ഭക്ഷണം തന്നിട്ടില്ല, ഇപ്പോഴും നല്ല വിശപ്പുണ്ട്. ചെറിയ രൂപത്തിലൊന്നുമല്ല ഈ അൽഷിമേഴ്സ് എന്ന ആ രോഗം ബാധിച്ച മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും. പക്ഷേ ഇതിന് പകരമായിട്ട് അള്ളാഹു നമുക്ക് നൽകുന്നത് സ്വർഗമാണ്. ക്ഷമയോടുകൂടി അത്തരം ഒരു അസന്നിഗ്ധ ഘട്ടങ്ങളിൽ മാതാപിതാക്കളെ കൈയൊഴിയാതിരുന്നാൽ കിടപ്പിലായി പോകുന്ന, കിടന്നുകൊണ്ട് തന്നെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കേണ്ടുന്ന വലിയ രോഗങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.